തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതുതായിട്ട് രൂപം കൊണ്ട വാർഡാണ് അമ്പലമുക്ക് വാർഡ്. ഏകദേശം 5 വാർഡിൻ്റെ പകുതിയോളം പോർഷൻസ് ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ പുതിയ അമ്പലമുക്ക് വാർഡ് ഉണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ പോർഷൻ വരുന്നത് പാതിരപ്പള്ളി ചെട്ടിവിളാകം വാർഡാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മളല്ല ഭരിച്ചത്. പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റിയതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജാണ്. നമുക്ക് ആദ്യം തന്നെ പ്രചാരണം തുടങ്ങാൻ സാധിച്ചു. അതുകൊണ്ട് ഇന്നിപ്പം നമുക്കൊരു റൗണ്ട് പ്രചരണം പൂർത്തിയാക്കിയ ഈ ഒരു സ്ഥിതിയിൽ എവിടെ ചെന്നാലും നമ്മളെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു ബെനിഫിറ്റാണ് ഈ ഇലക്ഷനെ സംബന്ധിച്ച്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് പ്രചാരണം നടത്താൻ സാധിക്കുന്നുണ്ട്. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. ശരിക്കും ഇപ്പം ഇലക്ഷൻ നടത്തിയാൽ ഞാൻ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള നല്ല പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് കിട്ടുന്നത്. നമുക്ക് ഇപ്പോൾ അവർ പറയാണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ വാർഡിൽ ഇപ്പോൾ സജീവമായിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു 2 റൗണ്ട് നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നടന്നപ്പോൾ തന്നെ നമുക്ക് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയും പിന്നെ പട്ടിശല്യത്തിനെ പറ്റിയും അങ്ങനെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പോയ വീടുകളിലൊക്കെയും ഈ ചെട്ടിവിളാകം വാർഡിനെ പറ്റി പറഞ്ഞ ഒരു പരാതി എന്ന് പറഞ്ഞാലും മുന്നത്തെ കൗൺസിലർ വളരെ പക്ഷാഭേദമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതായത് പുള്ളിയുടെ ബന്ധുക്കൾ, പുള്ളിയുടെ പരിചയത്തിൽ വരുന്ന ആൾക്കാർക്കൊക്കെയാണ് കുറച്ചുകൂടെ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാതിരപ്പള്ളി വാർഡിൻ്റെ കുറേ അധികം പോർഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിലും ഈ സെയിം പ്രശ്നം തന്നെയാണ് പറയുന്നത്. ഒരു 2 തവണ അതായത് കൗൺസിലർ ആയിട്ടിരുന്ന വ്യക്തി തന്നെ വീണ്ടും നിൽക്കുന്നത് കൊണ്ട് അവർക്ക് അവരുടെ പാർട്ടി ആയിട്ടുള്ള വ്യക്തികളെ മാത്രം നോക്കി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു എന്നുള്ളൊരു അവലോകനമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. പെട്ടെന്ന് ഈ ശരിക്കും ഇങ്ങനെ ഒരു ഐക്യം കണ്ടതിന് ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇപ്പം വനിതാ വാർഡെന്ന് പറഞ്ഞപ്പം തന്നെ ഒരു ഒരു 16 അംഗ കോർ കമ്മിറ്റി നമുക്ക് 20 പേരുണ്ട്. പക്ഷേ നമ്മുടെ മീറ്റിങ്ങിൽ അന്ന് 16 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിലെനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ എൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത്. അതിൽ ഒരു എളിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ ഇന്ന് വരെയും നിർത്താത്ത പ്രചരണത്തിലാണ്. ഞാൻ മാത്രമല്ല, എനിക്കൊപ്പോൾ എൻ്റെ പ്രവർത്തകർ എന്നെക്കാട്ടിലും സ്മാർട്ടായിട്ട് പ്രവർത്തിക്കുന്നു. അത് വളരെ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പിലൊന്നും ഞാൻ നിൽക്കുന്ന എൻ്റെ പ്രസ്ഥാനം ഒരുപക്ഷെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഈ സ്ഥാനാർത്ഥി പട്ടികയൊന്നും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഒരു മേയർ കാൻഡിഡേറ്റിനെ നമുക്ക് സ്പെസിഫിക്കലി എടുത്ത് പറയാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇലക്ഷനെ പാർട്ടി വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇതുവരെ കണ്ടത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഏറെക്കുറെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ സാധിച്ചു. പിന്നെ എടുത്തു പറയാനായിട്ട് ശബരിനാഥിനെ പോലെയുള്ള ഒരു മേയർ കാൻഡിഡേറ്റിനെ കിട്ടി. അപ്പോൾ ഇതിനൊക്കെ ചുക്കാൻ വഹിച്ച നമ്മുടെ മുൻ KPCC പ്രസിഡൻറ്റ് മുരളീധരൻ സാറിൻ്റെ അടുത്തുള്ള കടപ്പാട് ശരിക്കും നമുക്കൊന്നും പറഞ്ഞാൽ മതിയാവത്തില്ല. ഞാനും ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക്, ഒരു പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ കൗൺസിലറിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ കൗൺസിലർ ഉണ്ടോ, ഇപ്പം കാണാൻ പറ്റുമോ, നാളെ കാണാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ കുറേ അപ്പോയിൻമെൻ്റ് എടുത്ത് പോകേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, ഒരിക്കലും കൗൺസിലറിനെ തിരക്കി ആരും കൗൺസിലറിൻ്റെ വീടിൻ്റെ വരാന്തയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. പിന്നെ ഞാൻ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടൊരിതെന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം കൂടുമ്പോൾ വോട്ടിന് വേണ്ടി വരും, പിന്നെ അവരെ ഈ തിരിഞ്ഞു നോക്കാൻ കിട്ടത്തില്ല എന്നുള്ളൊരു പരാതി ഏറെക്കുറെ ഒരു 90% പേരും പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ പ്രവർത്തകരും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കൗൺസിലർ ആവാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ ഓരോ വർഷവും പ്രവർത്തകരുടെ വീട്ടിൽ ഇതുപോലെ വോട്ട് ചോദിച്ച് പോയതുപോലെ അവരുടെ ആവശ്യങ്ങൾ അന്വേഷിച്ച് അവരുടെ അടുത്ത് പോയി അതിൻ്റെ 100% പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അപ്പം തന്നെ പരിഹരിച്ചു കൊടുക്കുന്ന ഉമ്മൻചാണ്ടി സാറിനെ പോലെ ജനകീയനായിട്ടൊരു ലീഡർ ചെയ്തതുപോലെ ഒരു ജനസമ്പർക്ക പരിപാടിയാണ് ഞങ്ങൾ അമ്പലമുക്ക് വാർഡിൽ ആവിഷ്കരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്.